എനിക്ക് ലഭിച്ചിട്ടുള്ള, ഞാൻ ഗുരുതുല്യരായിട്ട് കാണുന്ന ഏറ്റവും ബഹുമാന്യരായിട്ടുള്ള ആചാര്യന്മാരിൽ പ്രഥമ സ്ഥാനമുള്ള ഒരാളാണ് കേൾക്കണം കരിയേട്ടൻ. അദ്ദേഹം നടത്തുന്ന ഒരു യജ്ഞത്തിൽ പങ്കെടുക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് എന്താ പറയുക, മഹാഭാഗ്യം എന്നേ പറയാനുള്ളൂ. കാരണം ഇതാ കുഞ്ഞു മോളുടെയൊക്കെ പ്രായത്തിൽ ഞാനും ഇങ്ങനെ പോയി ഇരുന്ന് അദ്ദേഹത്തിന്റെ സപ്താഹങ്ങൾ എത്രയോ പരിയാനം പറ്റിയാണെങ്കിലും ഞങ്ങളുടെ നാട്ടിലാണെങ്കിലും ഒക്കെ ഒരുപാട് കേട്ടിട്ടാണ് വന്നിട്ടുള്ളത്. അതിൽ തന്നെ എനിക്ക് എന്റെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട്. പരിയാനം പറ്റ ഒരു സമയത്ത് രാത്രി ഞങ്ങൾ ഇരുന്ന് കൃഷ്ണാവതാരം പാരായണം ചെയ്തതിനു ശേഷം ഏറ്റവും മനോഹരമായിട്ടുള്ള കവിത നീലക്കല്ല്. കല്ലു വേണോ നീല നിറം പോലും നല്ല കല്ലു വേണോ, നല്ല വൈരി പൊയ്യോറുന്ന കല്ലു വേണമോ എന്ന് ഹരിയായിട്ട് അങ്ങനെ പാടുമ്പോ ഒപ്പിരുന്ന് നാരായണ 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 രാധാ ഗോവിന്ദ എന്ന് ഇങ്ങനെ പാടിയതായിട്ടുള്ള ഓർമ്മയൊക്കെ അദ്ദേഹത്തെ വീണ്ടും കണ്ടപ്പോൾ പറയണ്ടായി. അപ്പൊ അങ്ങനെയുള്ള ആചാര്യൻ ഏറ്റവും ശ്രദ്ധാഭക്തി പുരസരം ഭാഗവതം കേട്ടുകൊണ്ടിരിക്കുന്ന സജ്ജനങ്ങളെ ജന്മാന്തരേ ഭവേത് പുണ്യം ശ്രീമദ് ഭാഗവതം ലഭേത് എന്നാണ്. എത്രയോ വർഷങ്ങളുടെ എത്രയോ യുഗങ്ങളുടെ എത്രയോ ജന്മങ്ങളുടെ പുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഭാഗവതം കേൾക്കണം എന്ന് തോന്നുള്ളൂ. ഇങ്ങോട്ട് വരിക എന്നുള്ളതല്ല, ഭാഗവതം കേൾക്കണം. അറിയില്ല ഇങ്ങനെ ഒരു പരിപാടി നടക്കണ്ടല്ലോ, ഒന്ന് പോയി ഇരുന്നേക്കാം എന്ന് തോന്നുന്നെങ്കിൽ പോലും എത്രയോ കാലഘട്ടത്തിൽ നമ്മൾ ആർജിച്ചു വെച്ച പുണ്യം ഉണ്ടെങ്കിൽ സാധിക്കുന്നതാണ്. അപ്പൊ നിങ്ങളൊക്കെ എത്ര പുണ്യവാന്മാരും പുണ്യവതികളുമാണെന്ന് സ്വയം മനസ്സിലാക്കുക. അതിനൊരു അവസരം ഉണ്ടാക്കി തന്ന ഗുരുവായൂരപ്പനെയും ആ അറിയില്ല ഭഗവതിയും സാഷ്ടാംഗം നമസ്കരിക്കുക. കാരണം ഭാഗവതം എന്ന് പറയുന്നത് ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി എന്നാണ്. ഭഗവാൻ തന്നെ ഞാൻ പൊതുവിൽ പറയാറുണ്ട് ഇങ്ങനെ തമാശക്ക്. ഇപ്പൊ ഇവിടുന്ന് ഗുരുവായൂർക്ക് ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ അല്ലെ, പട്ടാമ്പി പോയി കുന്നംകുളം ഗുരുവായൂർ, അവിടെ പോയി ക്യൂ നിൽക്കണം. കണ്ടാൽ കണ്ടു അത്രേ ഉള്ളൂ. ഈ ഉദയാസമയ പൂജയ്ക്കുള്ള ദിവസം പോയെന്നുണ്ടെങ്കിൽ ക്യൂ നിന്ന് ഭഗവാനെ ഇന്നാണല്ലോ വരാൻ തോന്നിയേ എന്ന് പറയേണ്ടി വരും ചിലപ്പോ. അങ്ങനെ കാത്തിരുന്ന് ഒന്ന് കാണാൻ കിട്ടുന്ന സമയം എത്രയെന്ന് അറിയാം. അപ്പോഴേക്കും അവിടെ നിന്ന് ആ പ്രളയജലത്തിന്റെ കൂടെ നമ്മളിങ്ങനെ ഒഴുക്കിൽപ്പെട്ട് പൊക്കോളും. അങ്ങനെ ദുർലഭ്യ വസ്തുവാണെന്ന് മേൽപ്പത്തൂര് തന്നെ പറഞ്ഞിട്ടുള്ള ആ ഗുരുവായൂരപ്പനെ സുലഭമായിട്ട് ഇവിടെ ഞാൻ വന്നപ്പോ സപ്താഹക്കണ്ണനെ കുറിച്ച് പറയുന്നത് കേട്ടു. ആ സപ്താഹക്കണ്ണൻ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുന്നത് 7 ദിവസം കഴിഞ്ഞാലും അടുത്ത സപ്താഹം വരെയും നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ആ സപ്താഹക്കണ്ണനെ നിങ്ങളുടെ കയ്യിലേക്ക് വെച്ചു തരുന്ന ഏറ്റവും അമൂല്യമായിട്ടുള്ള ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവതം. ആ ഭാഗവതം ഭക്തിയോടുകൂടിയും ശ്രദ്ധയോടുകൂടിയും കേൾക്കാൻ ഒരു അവസരം ഉണ്ടായത് നിങ്ങളുടെയൊക്കെ പുണ്യമാണ്. നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചു. ഇന്നിവിടെ എനിക്ക് വളരെയധികം സന്തോഷം. ഭദ്രകാളി ആവിർഭാവം വായിച്ച് അതിന്റെ പാരായണം കഴിഞ്ഞ സമയത്താണ് നമ്മളിങ്ങനെ ഇരിക്കുന്നത്. ഞാൻ പൊതുവിൽ സപ്താഹങ്ങൾക്കാണ് പ്രഭാഷണത്തിന് വിളിക്കുന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കും ഏത് ദിവസമാണ് വ്യാസൻ പ്രിഫറബിൾ. ഡേറ്റ് നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഗുരുവായൂരപ്പനെ അനുഗ്രഹിച്ച് കുറച്ച് പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് ക്ലാഷ് വരാനുണ്ട്. പക്ഷെ എങ്കിൽ പണ്ടൊക്കെ ഞാൻ പറയുന്നു ഒന്നെങ്കിൽ 2 ദിവസം, ഒന്നെങ്കിൽ കൃഷ്ണാവതാരം അല്ലെങ്കിൽ രുക്മിണി സ്വയംവരം, ഈ 2 ദിവസമാണ് പ്രഭാഷണങ്ങൾക്ക് തിരഞ്ഞെടുക്കാനുള്ളത്. കാരണം അങ്ങനെയാണുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അവസാനത്തെ ദിവസം. കാരണം നമ്മുടെ ഒരു പൊതുവിലുള്ള ധാരണയുണ്ട്, ഇപ്പൊ 6 ദിവസം വന്നില്ലെങ്കിലും 7ാമത്തെ ദിവസം വന്നു കഴിഞ്ഞാൽ പുണ്യം കിട്ടും എന്നാണല്ലോ. ഷോർട്ട് കട്ടുകൾ ഇങ്ങനെ കണ്ടുപിടിക്കാൻ നമ്മൾ എപ്പോൾ തുടങ്ങി അപ്പം തൊട്ടാണ് ഈ ധർമ്മം പുറകിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കുക. നവരാത്രിക്ക് ഈ 9 ദിവസം വ്രതം എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, അവസാനത്തെ 3 ദിവസം എടുത്താൽ മതി, കുഴപ്പമില്ല, നമുക്ക് കിട്ടും. ഏതാണ്ട് ഇവിടെ ഫ്രീ ആയിട്ട് വെച്ചിരിക്കുകയാണല്ലോ, ഇങ്ങനെ എടുത്തേരാം. ഞാൻ ഒരിക്കൽ പാലക്കാട് ഭാഗത്ത് കഴിഞ്ഞ നവരാത്രിക്ക് ഒരു പ്രഭാഷണത്തിന് പോയപ്പോ വിദ്യാഗോപാല മന്ത്രാർച്ച ഉണ്ടായിരുന്നു പ്രഭാഷണത്തിന് മുമ്പ്. ഇവിടെ ഉണ്ടാവുമല്ലേ, ചെയ്യാറുണ്ടോ? വിദ്യാഗോപാലം ഉണ്ട്. അപ്പൊ ആ സമയത്ത് ഞാൻ നോക്കുമ്പോൾ ഒരു 10-50 അമ്മമാര് ഇങ്ങനെ നിരന്നിരുന്ന് ഗംഭീര പൂജയും അച്യുതായ നമ, ആനന്ദായ നമ, കേശവായ നമ. ഒരു 80 വയസ്സായ മുത്തശ്ശിക്ക് ഇരുന്ന് പൂജിക്കുന്നുണ്ട്. ഞാൻ ഏത് PhD-ക്കാണോ ഇപ്പൊ അപ്ലൈ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അപ്പൊ എനിക്ക് പരിചയമുള്ള ഒരു ചേച്ചി ഉണ്ടായിരുന്നു, സ്മിത എന്ന് പറഞ്ഞിട്ട്. അവര് പാലക്കാടുള്ള അതിന്റെ വീഡിയോ ഒക്കെ കണ്ട് ചെറിയൊരു പരിചയമുണ്ട്. ഞാൻ ഒരു കുട്ടിയെ കാണാനില്ല അവിടെ.
ഒരു ചെറിയ കുട്ടി പോലും ഇരിക്കുന്നില്ല. വിദ്യാഗോപാല മന്ത്രം നമ്മൾ പൊതുവിൽ പറയാം പഠനത്തിന് ഉന്നമനത്തിന് വേണ്ടി ചെയ്യുന്ന അർച്ചന. കുട്ടികൾ ചെയ്യും 50 അമ്മമാർ നിരത്തി പൂജ ചെയ്യും. കുറെ പ്രായമായ അമ്മമാരും ഉണ്ട്. അത് മോശമാണെന്നല്ല ഞാൻ പറയണേ. പക്ഷെ എന്നാലും ഒരാൾ കണ്ട്, ഞാൻ പോയതിന് ഞായറാഴ്ച കൂടിയായിരുന്നു, ഈവൻ ദുർഗാഷ്ടമി ദിവസത്തായിരുന്നു. ഒരു കുട്ടിയെ കാണാനില്ല. ഈ സ്മിത ചേച്ചി എനിക്ക് പരിചയമുള്ളതുകൊണ്ട് മോനെ എനിക്കറിയാം, ശരത് എന്നാണ് പേര്. 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലൊക്കെയാണ്. ഞായറാഴ്ച രാവിലെ എന്റെ പ്രഭാഷണം 10 മണിക്കാണ് 9 മണിക്കാണ് അർച്ചന. ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. സ്മിത ചേച്ചി എന്റെ അടുത്ത് വന്നപ്പോ ചോദിച്ചു പോവുകയാണ്, ശരത്തില്ലേ, ശരത്തിനെ കൊണ്ടല്ലേ ചെയ്യിക്കണ്ടേ, എന്താ അമ്മ ചെയ്തു, ശരത്തിന് എന്തെങ്കിലും വയ്യായി എന്തെങ്കിലും ഉണ്ടോ? എന്നോട് പറഞ്ഞു, ആ അവൻ ആകെ കിട്ടുന്നത് ഞായറാഴ്ചയല്ലേ, അവൻ ഉറങ്ങിക്കോട്ടെ. എത്ര കാലം നമ്മളിങ്ങനെ ഉറക്കും കുട്ടികളെ? നിങ്ങൾക്ക് ഈ ഭഗവതിക്ക്, ഈ ഗുരുവായൂരപ്പന്, ഈ ക്ഷേത്രഭാരവാഹികൾക്ക് ഇവിടെ നെയ്യോ തട്ടോ സാരി പൂജയോ അവിലോ ഗജേന്ദ്രന്റെ സമയത്ത് താമരപ്പൂവോ ഒക്കെ നിങ്ങൾ സമർപ്പിക്കണം. ഏറ്റവും അത്യന്താപേക്ഷിതമാണ് ഒരു യജ്ഞം നടന്നു പോകണമെന്നുണ്ടെങ്കിൽ. അതിന്റെ കൂടെ ഇപ്പൊ 3ാം ദിവസം അല്ലേ, 2ാം ദിവസം, നാളെ സിംഹാധാരം അല്ലെ, 3ാം ദിവസം ഒരു ദിവസം ഇവിടെ രാവിലെ അദ്ദേഹം എന്തായാലും സഹസ്രനാമം മതി ഉണ്ടല്ലോ എല്ലാ ദിവസം രാവിലെ. എത്ര പേര് നിങ്ങളുടെ വീട്ടിലെ കുട്ടികളെ കൊണ്ടുവന്ന് സഹസ്രനാമം ചൊല്ലിക്കേണ്ട ഒന്ന് കൈവെക്കൂ. അട്ടിപ്പൊളി. ലളിതമതി ഉണ്ടോ രാത്രി വൈകിട്ട്? രാവിലെ സഹസ്രനാമം മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുവരാൻ സാധിക്കാത്തത്? രാവിലെ അല്ലേ പ്രഭാഷണം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് കുറച്ച് ഇതാന്ന് പറഞ്ഞാൽ അങ്ങനെ ഇതരുത്. എനിക്ക് നിങ്ങളുടെയൊക്കെ കാലിന്റെ അടിയിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരു കുട്ടിയെ കൊണ്ടുവന്ന് ഈ യജ്ഞവേദിയിൽ ഇരുത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങൾ ഗുരുവായൂരപ്പനോട് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം. മനസ്സിലായി പോകും. നമുക്ക് ശേഷം വരുന്നൊരു തലമുറയെ ഇതുപോലെ ഇവരെയൊക്കെ പോലെ ഇനിയും അറിയില്ല സപ്താഹങ്ങൾ നടക്കണം. നമ്മുടെയൊക്കെ കാലം കഴിഞ്ഞാൽ ഇത് നടന്നു പോകേണ്ടതായിട്ടുണ്ട്. അതിനെന്ത് വേണം? കൃത്യമായിട്ടുള്ള ആധ്യാത്മിക വിദ്യാഭ്യാസം വരുന്ന തലമുറയിലുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതിന്റെ ABCD ആണ്, അതിന്റെ നഴ്സറി ക്ലാസ് ആണ് നാമജപം. ഇപ്പൊ ആ കുട്ടിക്ക് ഓ വിശ്വം വിഷ്ണു അക്ഷത്കാരം ഒന്നും അറിയില്ല, കുഴപ്പമില്ല, നാരായണ ചൊല്ലിയാൽ മതി. അവിടെ വെറും നാരായണ അല്ലെങ്കിൽ ഹരേ രാമ ഹരേ കൃഷ്ണ ചൊല്ലിയാൽ മതി. എന്റെ കുട്ടിക്ക് വിശ്വസഹസ്രനാമം അറിയില്ല വ്യാസൻ, വേണ്ട, നാരായണ ചൊല്ലാൻ പഠിപ്പിക്കുക കുട്ടികളെ, ഹരേ രാമ ചൊല്ലാൻ പഠിപ്പിക്കുക. എന്തിന്? ഒരു കാരണവശാൽ നിങ്ങൾ പറയുന്നത് മോനെ ഹരേ കൃഷ്ണ ചൊല്ലിയാൽ ഹരേ രാമ ചൊല്ലിയാൽ സ്വർഗത്തിൽ പോവാം. അട്ടർ ഫൂളിഷ്നെസ്. മറിച്ച് അവന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോ, അവന്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോ ആ പ്രതിസന്ധിയെ കാണേണ്ടതുപോലെ കാണാൻ അവന് പറ്റും. കൃത്യമായിട്ടുള്ള ആധ്യാത്മിക വിദ്യാഭ്യാസം ശീലിച്ചിട്ടുള്ള ഒരു കുട്ടി ഒരു പ്രശ്നം വരുമ്പോ, ഒരു പ്രതിസന്ധി വരുമ്പോ പൊടി വലിച്ച് മൂക്കി കേൾക്കില്ല. ഒരു കളറുള്ള ദ്രാവകം കിട്ടണ കൗണ്ടറിന്റെ മുമ്പിലും അവൻ പോയി ക്യൂ നിൽക്കില്ല. അവളോ അവനോ ജീവിതത്തിൽ ഇനി മുന്നോട്ടൊരു യാത്രയില്ല എന്ന് തോന്നുമ്പോ കരുതി വെച്ചിട്ടുള്ള മണ്ണെണ്ണയിലേക്കോ ബ്ലേഡിലേക്കോ അവരുടെ കൈ പോവില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നിങ്ങൾക്കൊരു കുട്ടികളെ കിട്ടണമെന്നുണ്ടെങ്കിൽ ധ്രുവനെ കുറിച്ച് നമ്മൾ കേൾക്കാൻ പോകുന്നു. നാളെ പ്രഹ്ലാദനെ കുറിച്ച് കേൾക്കാൻ പോകുന്നു. പ്രഹ്ലാദനെ പോലെ, ധ്രുവനെ പോലെ, ഗുരുവായൂരപ്പന്റെ ഏറ്റവും പ്രിയപ്പെട്ട ദ്രൗപതിയെ പോലെ അങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. ജന്മം കൊണ്ട് മാത്രം സാധിക്കില്ല, വളർത്തുന്ന സമയത്ത് അവർക്ക് കൊടുക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ. ഞാൻ ഇവിടെ ഇരുന്ന്, എനിക്ക് ഇന്ന് ഇവിടെ ഇരുന്ന് സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടുന്നതുകൊണ്ടാണ്. എന്റെ ബാല്യത്തിൽ എനിക്ക് സപ്താഹത്തിന് പോയി ഇരിക്കാനുള്ളൊരു പുണ്യം അതിനെന്റെ വീട്ടുകാരനെ വിട്ടുകൊണ്ടുമാണ്. സഹസ്രനാമം ചൊല്ലാൻ പഠിപ്പിക്കണം എന്ന് ഞാൻ പറയുന്നില്ല, അത് രണ്ടാമത്തെ ഒരു തരത്തിലായിട്ട് നിങ്ങൾ കൂട്ടിയാൽ മതി. പക്ഷെ നാമജപം ഏറ്റവും കോമൺ ആയിട്ട്, അജാമിളന്റെ കഥ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ? എത്രയോ എത്രയോ ഭാഗവതം, നമുക്ക് ശ്രീമദ് ഭാഗവതം നമ്മൾ കേൾക്കുന്നത് 7 ദിവസം പരീക്ഷത്തിന്റെ കഥ ശ്രീശുഖ ബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് എന്തൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോയാലും ആ ഗുരുവായൂരപ്പൻ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും എന്ന് എനിക്കറിയാം. പക്ഷെ അതിന്റെ കൂടെ ഉണ്ടാവണം ആര്? ഗുരുവായൂരപ്പനെ നമുക്ക് ഇങ്ങനെ കൊണ്ടുവന്ന ആൾക്കാരുടെ രൂപം. അജാമിളനെ പോലെ, പ്രഹ്ലാദനെ പോലെ, ധ്രുവനെ പോലെ, സുധാമാവിനെ പോലെ, രുക്മിണിയെ പോലെ, ഗോപികമാരെ പോലെ, ഓരോരുത്തരെ പോലെ ആവാൻ വേണ്ടിയിട്ടാവണം സപ്താഹം. ഇന്ന് ആ സപ്താഹത്തിന്റെ ആന്തരാർത്ഥം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ, ആളുകളെ ആകർഷിക്കാൻ വേണ്ടി പലതരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ അതിനൊന്നും എതിരല്ല. നമുക്ക്
കൃഷ്ണാവതാരം ദിവസം ഇങ്ങോട്ട് ഈ സെറ്റ് കൊണ്ട് ഇവിടെ കുത്തിയിട്ടുള്ള ഒരു തിരുവാതിര കളിക്കല്ലോ ഇപ്പൊ പുതിയത്. അത് വേണ്ടിവരും ചിലപ്പോ. അവിപ്പൊതി കൊടുക്കുന്ന കൃഷ്ണനെ നമുക്ക് ചിത്രീകരിക്കേണ്ടി വരും, രുക്മിണി സ്വയംവരം ചിത്രീകരിക്കേണ്ടി വരും. ഇതൊക്കെ അതിന്റെ ഘോഷമായിട്ടും ആളുകളുടെ പങ്കാളിത്തം കൂട്ടാനും ചെയ്താലേ ഇത് മുന്നോട്ട് പോവുള്ളൂ എന്നുള്ള അവസ്ഥയിലായതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. അത് വേണം, കാരണം അതൊരു നമുക്ക് ആ സമയം അത്രയും സമയം നമ്മുടെ മനസ്സിൽ ഗുരുവായൂരപ്പൻ ഉണ്ടാവും. അതിനാ കാഴ്ചകളൊക്കെ നമുക്ക് ഉപകരിക്കും. പക്ഷെ അവിടെ മാത്രം നിന്നാൽ മതിയോ? ആരാണ് ഭാഗവതം കേൾക്കേണ്ടത്? ഭാഗവതം കേൾക്കേണ്ട ഞാൻ ഭാഗവത മഹാത്മ്യം നിങ്ങൾ പറഞ്ഞു പോകാം, ഓൾറെഡി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്നാലും ഭാഗവതമാണല്ലോ ഇന്നത്തെ ഈ ഒരു വേദി എനിക്ക് തന്നു. അപ്പൊ ഭാഗവതത്തെ കുറിച്ച് പറയാതെ ഞാൻ എങ്ങനെ കൂടുതൽ മുന്നോട്ട് പോവാം. ആരാ ഭാഗവതം കേൾക്കേണ്ടത് ശരിക്കും? എത്രാമത്തെ ഭാഗവത സപ്താഹം നടക്കുന്നത്? 20ാമത്തെയാണ്. 20 വർഷം പറയില്ല നമ്മൾ ഭാഗവതം കേട്ടു. നമുക്ക് എന്ത് കിട്ടി? ഉണ്മയും കിട്ടിയോന്ന് അറിയാൻ മരിച്ചു പോയല്ലോ വ്യാസ എന്ന് പറയരുത്. ഭാഗവതം മരിച്ചതിന് ശേഷം ലഭിക്കുന്ന ഒരു മോക്ഷത്തെക്കുറിച്ചോ പുണ്യത്തെക്കുറിച്ചോ അല്ല സംസാരിക്കുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതം എങ്ങനെ സാർത്ഥകമാക്കി തരാം എന്ന് പഠിപ്പിക്കുന്ന, ഇന്നത്തെ കുട്ടികളുടെയൊക്കെ ഭാഷയിൽ പറയുകയാണെങ്കിൽ വർക്ക്ഷോപ്പാണ് ഭാഗവതം സപ്താഹം. ഭാഗവതം കേൾക്കാൻ വിധിക്കപ്പെട്ടിട്ടുള്ള ആൾക്കാരെ കുറിച്ച് ഭാഗവതം കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഭാഗവതം കേൾക്കാൻ വരുന്ന ആളുകളെ കുറിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ വരുന്ന ചില അറിയില്ല അങ്ങനെ ഒരാൾ പോലും ഇല്ല. പല സ്ഥലങ്ങളിലും അങ്ങനെയുള്ള ആളുകളുണ്ട്. ചില ആളുകൾ പറയും, ആചാര്യന്മാർ പൊതുവിൽ പറയാറുണ്ട്, ഭാഗവതം കേൾക്കാൻ വരുന്ന ചില ആളുകൾ എങ്ങനെയുള്ള ആളുകളാണ്? അവര് ഒട്ടകത്തിന്റെ മനസ്സുള്ള ആൾക്കാരാണെന്ന് പറയും. ഒട്ടകം ജീവിക്കുന്നത് മരുഭൂമിയിലാണ് അല്ലെ? ഈ ഒട്ടകത്തിന്റെ ഒരു സ്വഭാവം, അതിന് കഴിക്കാൻ എന്ത് മാത്രമേ കിട്ടുള്ളൂ? മുൾച്ചെടികളാണ് അവിടെ ആകെയുള്ളത്, പച്ചപ്പ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. കിട്ടുന്ന സമയത്ത് എവിടെയാണ് ഈ പച്ചപ്പ് കിട്ടുക എന്ന് നോക്കി നടക്കുകയും, കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അതിന് പെട്ടെന്ന് ഭക്ഷണം കിട്ടാത്തതുകൊണ്ട് അതിന്റെ ശരീരത്തിലെ കൊഴുപ്പ് ഉപയോഗിച്ചുകൊണ്ട് അയവിറക്കി ദീർഘനാൾ ഭക്ഷണം കഴിക്കാതിരിക്കാൻ സാധിക്കുന്ന ആളുകളാണ് ഒട്ടകങ്ങൾ. അത് ഭഗവാൻ അവർക്ക് കൊടുക്കുന്ന കാര്യമില്ല. നമ്മുടെ അവസ്ഥ ഇന്ന് നമുക്ക് ഒട്ടകങ്ങളെ പോലെ ഭാഗവതം കേൾക്കുന്ന ആളുകൾ ഇന്ന് സമൂഹത്തിലുണ്ട്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും സപ്താഹം നടക്കുമ്പോൾ ഒരു 12-12:15 യജ്ഞവേദിക്ക് പോയാൽ മതി. ഏതാണ്ട് ആ സമയമാകുമ്പോഴാണ് ഈ ഒട്ടകങ്ങളുടെ ഒരു ഘോഷയാത്ര യജ്ഞവേദിയിലേക്ക് നമുക്ക് കാണാൻ സാധിക്കും. 1:30 അവരെ കാണാനുണ്ടാവില്ലേ? ഞാനൊരിക്കൽ ഒരു ഭാഗവത സപ്താഹത്തിന് ഇതേപോലെ പ്രഭാഷണം നടത്തുമ്പോൾ 6:30 മണി ഏതാണ്ട് നോക്കുമ്പോൾ കുറെ അമ്മമാര്, പക്ഷെ പ്രായമായ ആൾക്കാരാ. വളരെ പ്രായമുള്ള മുത്തശ്ശി ഉണ്ടായിരുന്നു അതിനകത്ത്. എനിക്ക് ഭയങ്കര സന്തോഷമായി അമ്മയെ കണ്ടപ്പോൾ. ഞാൻ പോയി നമസ്കരിച്ച് പ്രഭാഷണം കഴിഞ്ഞപ്പോൾ നമുക്ക് നടക്കാൻ തന്നെ വയ്യ. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഭയങ്കര സന്തോഷം എനിക്ക് കാണാൻ. അപ്പോൾ സാധിച്ചല്ലോ, ഇങ്ങനെയെങ്കിലും അമ്മ വന്നിരുന്നുകൊണ്ട് ഞാൻ എന്റെ പ്രഭാഷണത്തിന് ഭൂരിഭാഗം ആ അമ്മയെ നോക്കിയിട്ടാണ് സംസാരിച്ചത്. കാരണം അമ്മയാണ് വളരെ ശ്രദ്ധാഭക്തി പുരസ്സരങ്ങൾ കേൾക്കാൻ. പ്രഭാഷണം കഴിഞ്ഞ് ഞാൻ പോയി നമസ്കരിച്ച് പറഞ്ഞപ്പോൾ അമ്മ വന്നല്ലേ, വൈകിയ സമയത്തും വന്നല്ലേ, എനിക്ക് ഒരുപാട് സന്തോഷം. ഞാൻ രാവിലെയൊക്കെയാണ് അമ്മ വരുള്ളൂ എന്ന് കരുതി. ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ പൊതുവിൽ ആ സമയത്താണ് കാണാറ്. എന്നോട് പറഞ്ഞു, വ്യാസ കുട്ടാ, രാത്രി ആയിക്കഴിഞ്ഞാൽ വീട്ടിൽ ഭയങ്കര കൊതു, ഇവിടെ വന്നിരുന്ന ഫാനുണ്ട്, പാട്ടുണ്ട്, ഗംഭീരാണ്. അത് ഒട്ടകത്തിന്റെ വേറൊരു വീക്ഷണം. അങ്ങനെ ഭാഗവതം കിട്ടിയിട്ട് കാര്യമില്ല. അങ്ങനെയല്ല നിങ്ങൾ കേൾക്കണമെന്ന് എനിക്ക് അറിയാട്ടോ, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയണം. പിന്നീട് ചില ആൾക്കാർ തത്തമ്മയെ പോലെ ഭാഗവതം കേൾക്കുന്നു. എന്നുവെച്ചാൽ എന്താണോ ഇവിടുന്ന് പറയണത് അത് അങ്ങനെ വിടുക, എന്നിട്ട് അത് പോയി ശ്രദ്ധിക്കുക. ആ ആചാര്യൻ പറഞ്ഞല്ലോ ഇങ്ങനെയാണെന്ന്, മറ്റേ ആചാര്യൻ ഇങ്ങനെയാണല്ലോ പറഞ്ഞത്. 2 തത്തമ്മകളും കൂടി ഇങ്ങനെ കട്ടിക്കൂടുന്നത് കാണാം നമുക്ക് പല സ്ഥലത്തും പോയി കഴിഞ്ഞാൽ. എന്റെ പ്രഭുജി പറഞ്ഞിട്ടുണ്ട് ഇതാണ് ശരി, എന്റെ സ്വാമി പറഞ്ഞിട്ടുണ്ട് ഇതാണ് ശരി. ഇവര് തമ്മിൽ നട്ടിയ തത്തമ്മകളെ പോലുള്ള ഭാഗം കേൾക്കണ്ടേ? പൂച്ച പൂച്ച എന്ന് പറയാനാണെങ്കിൽ ഇതിന്റെ ആവശ്യമില്ല. ഇത് അങ്ങനൊരു ഗ്രന്ഥമല്ല. അങ്ങനെ പല ആൾക്കാരെ കുറിച്ച് ഭാഗവതം തന്നെ പറയുന്നുണ്ട്, ഇങ്ങനെയൊന്നും ആവരുത് കേട്ടോ. പിന്നെ ആരെപ്പോലെ ആവണം ഭാഗവതം കേൾക്കാൻ? ആരെപ്പോലെ ആവണം? ഭാഗവതം ആർക്ക് പറഞ്ഞിട്ടുള്ളതാണ്? പറയും. ഭാഗവതം ആരാൽ രചിക്കപ്പെട്ടിട്ടുള്ളതും ആരാൽ കേൾക്കേണ്ടതും ആരാൽ പറയപ്പെടേണ്ടതുമാണ്? ഭാഗവതം കൃത്യമായി പറയുന്നു. ഭാഗവതം പരമഹംസന്മാരാൽ പറയപ്പെടേണ്ടതും പരമഹംസന്മാരാൽ കേൾക്കേണ്ടതും പരമഹംസനായിട്ടുള്ള മഹാത്മാവായിട്ടുള്ള ഗുരുവായൂരപ്പൻ തന്നെയായിട്ടുള്ള വ്യാസമഹർഷിയാൽ എഴുതപ്പെട്ടിട്ടുള്ളതുമാണ്.
എന്താണ് ഈ പരമഹംസ ശബ്ദത്തിന്റെ അർത്ഥം? നിങ്ങൾക്കറിയാം, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഹംസത്തിന്റെ പ്രത്യേകതയായിട്ട് ഭാഗവത്തിൽ പറയുന്നു, ഒരു ഹംസത്തിന് ഒരു ഗ്ലാസ് എടുക്കുക, ആ ഗ്ലാസ്സിലേക്ക് ആദ്യം കുറച്ച് പാലൊഴിക്കുക, ആ ഗ്ലാസ്സിലേക്ക് തന്നെ പാലൊഴിച്ച പാത്രത്തിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിക്കുക, കൈ ഇട്ടിട്ട് മിക്സ് ചെയ്യേണ്ട, ഒരു സ്പൂൺ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക, ആ ഹംസത്തെ വെച്ച് കൊടുക്കുക കുട്ടിക്ക്. ഹംസം വളരെയധികം സന്തോഷത്തോടു കൂടി ആ ഗ്ലാസിന്റെ ഉള്ളിലേക്ക് അതിന്റെ കൊക്കിട്ട് ആ പാൽ ഇങ്ങനെ കുടിക്കും. അങ്ങനെ ഞാൻ കൊക്ക് കൊണ്ട് ആ ഗ്ലാസ് ഇങ്ങനെ നീക്കി വെച്ച് തരുന്ന പറയണേ. ആ ഗ്ലാസ് എടുത്ത് നോക്കി നിങ്ങൾക്ക് എന്ത് കാണാൻ സാധിക്കും? പാല് മുഴുവൻ ഹംസം കുടിച്ചു. എന്ത് ബാക്കിയുണ്ട്? വെള്ളം ബാക്കിയുണ്ട്. എടുക്കേണ്ടതാണ് എടുക്കേണ്ടത്, കളയേണ്ടത് അവിടെ കളഞ്ഞേക്കണം. അത് കളയാതെ പോകുന്നതാണ് ഈ ഒരു തലമുറ. ഇല്ലെങ്കിൽ നമ്മളെ പോലുള്ള, ഞാൻ എപ്പോഴൊക്കെ നമ്മൾ എന്ന് പറയുന്നത് ഞാൻ എന്നെ കൂടി ഉൾപ്പെടുത്തിയാണ് സംസാരിക്കുന്നത്. ഞാൻ എന്താ പറയാ, മോക്ഷം കിട്ടിയ ഒരാളൊന്നുമില്ല. നമ്മളെ പോലുള്ള ഗൃഹസ്ഥന്മാർക്ക് ഇന്ന് ഉണ്ടാവുന്ന ഒരു പ്രശ്നം, എടുക്കേണ്ടത് നമ്മൾ എടുക്കുന്നുണ്ട്, പക്ഷെ കളയേണ്ടത് കളയുന്നില്ല. കളയേണ്ടത് കളഞ്ഞാലേ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ഭഗവാൻ പോലും കൃഷ്ണാവതാരം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, വിശ്വസ്തണ്ടായ ഓരോ സമയത്ത് കളയേണ്ടത് കൃത്യമായിട്ട് ഭഗവാൻ കളഞ്ഞിട്ടുണ്ട്, ഉപേക്ഷിച്ചിട്ടുണ്ട്. ഈവൻ പെറ്റ് സ്വന്തം മകനെ പോലെ വളർത്തിയ അമ്മയെപ്പോലും ഭഗവാൻ ഒരു സമയത്തിയപ്പോ മാറ്റി നിർത്തിയിട്ടുണ്ട്. അത് ശരിയാണോ തെറ്റാണോ നമുക്ക് വ്യാഖ്യാനിക്കാം, അത് വേറെ. പക്ഷെ ഉപയോഗിക്കേണ്ടത് ഉപയോഗിക്കാനും മാറ്റി നിർത്തേണ്ടതിനെ മാറ്റി നിർത്താനും പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് ഭാഗവതം. അതുകൊണ്ടാണ് ഇത് പരമഹംസരാൻ കേൾക്കണം എന്ന് പറയുന്നത്. അങ്ങനെ കേട്ട ആൾക്കാരുടെ കഥ നിങ്ങൾക്കറിയാം. ഇപ്പൊ നാരദ മഹർഷി തന്നെ വൃന്ദാവനത്തില് ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾക്ക് വേണ്ടി സനകാദി ഗുരുമാരെ കൊണ്ട് ആദ്യത്തെ സപ്താഹം നടത്തിച്ചു. അത് കഴിഞ്ഞതിന് രണ്ടാമത്തെ വേർഷൻ നൈമിഷാരണ്യത്തിൽ വെച്ച് സൂതൻ ശൗനകന് പറഞ്ഞു കൊടുക്കുന്നു. ഇനി അതിന്റെയും ഒരു ഇടയിലുള്ള വേർഷൻ പരീക്ഷത്തിന് സാക്ഷാൽ ശ്രീശുക ബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ ആൾക്കാർക്ക് നമ്മുടെ ഈ ധർമ്മത്തിന്റെ ഒരു പവിത്രത നോക്കൂ. ഒരു മൊണോപ്പോളി, അതായത് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ പ്രസംഗിക്കുക, നിങ്ങൾ ഇങ്ങനെ കേൾക്കുക, അതല്ല. ഒരു പ്രഭാഷണവും അങ്ങനെ ആവരുത്, ഒരു പാരായണവും അങ്ങനെ ആവരുതെന്നാണ്. രണ്ടും വേണം. ചോദ്യവും ഉത്തരവുമായിട്ടുള്ള സംവാദ രൂപത്തിലാണ് ഹൈന്ദവ ധർമ്മത്തിലുള്ള, സനാതന ധർമ്മത്തിലുള്ള എല്ലാ ഗ്രന്ഥങ്ങളും പോയിട്ടുള്ളത്. ഉമാമഹേശ്വര സംവാദം, ഇപ്പൊ ഗീതയാണെങ്കിൽ കൃഷ്ണാർജുന സംവാദം, അല്ലെങ്കിൽ ഈ പറയുന്ന സഞ്ജയനും അല്ലെങ്കിൽ ധൃതരാഷ്ട്രമായിട്ടുള്ള സംവാദം, എല്ലാ സമയത്തും സംവാദ രൂപേണ പോകുന്ന ഗ്രന്ഥങ്ങളെ നമുക്കുള്ളൂ. ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്ന ഒരു പരിപാടി നമുക്കില്ല. ഇങ്ങനെ ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ന് പറയുന്ന പരിപാടി നമുക്കുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ആവും ചെയ്യുന്നത്. അത് വേറെ കാര്യം. നിർബന്ധങ്ങളില്ല ഒന്നിനും. ഭാഗവതം പോലും കേട്ട് 7ാമത്തെ ദിവസം നമ്മുടെ ഹരിയേട്ടൻ നിങ്ങളോട് പറയോ, ഇനി അടുത്ത തവണ ഞാൻ വരണ ഇതിന്ന് കട്ടിക്കണ്ടെന്ന് വിട്ട് സഞ്ചരിക്കരുത് അദ്ദേഹം പറയാറുണ്ടോ? ഇല്ലേ? സജസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ ഭാഗവതത്തിന്. അത് സ്വീകരിക്കേണ്ടത് തള്ളിക്കളയേണ്ടതൊക്കെ നിങ്ങളുടെ കടമ പോലെയും നിങ്ങളുടെ പൂർവ്വ ജന്മ സുഹൃതം പോലെ ഇരിക്കും. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഒട്ടകങ്ങളെ പോലെയോ തത്തമാളെ പോലെയോ എന്ത് കേൾക്കരുത്? ഭാഗവതം കേൾക്കരുത്. നിങ്ങൾ കേൾക്കുന്നില്ല, ഞാൻ ആരെങ്കിലും പറയണം അടുത്ത എവിടെയെങ്കിലും സപ്താഹം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ചെയ്യരുത് കിട്ടുമോ എന്ന് അവരോട് പറഞ്ഞു തരണം. ഞാനിത് പറഞ്ഞു, പരമഹംസന്മാരെ പോലെ കേൾക്കണം. അങ്ങനെ കേട്ടാൽ എന്ത് സംഭവിക്കും? നമുക്ക് അവസാനം സപ്താഹക്കാരനെ കിട്ടുന്ന പോലെ നിങ്ങൾക്ക് ആ ദുർലഭ്യ വസ്തുവായിട്ടുള്ള ഗുരുവായൂരപ്പനെ ഇങ്ങനെ കൊണ്ടു നടക്കാൻ സാധിക്കും. എങ്ങനെയാണോ പൂന്താനം കൊണ്ടുപോയത്, എങ്ങനെയാണോ കുറൂരമ്മ കൊണ്ടുപോയത്, എങ്ങനെയാണോ മേൽപ്പത്തൂർ കൊണ്ടുപോയത്, എങ്ങനെയാണോ മഞ്ജുവ കൊണ്ടുപോയത്, അതുപോലെ നിങ്ങളുടെ കൂടെ എങ്ങനെ ഉണ്ണീന്ന് വിളിച്ചാൽ എന്തോന്ന് വിളിക്കാൻ ഒരു ഗുരുവായൂരപ്പൻ നിങ്ങൾക്ക് ഉണ്ടാവും. കാരണം ഭഗവാൻ തന്നെ പറയുന്നു, അഹം ഭക്തപരാധീന. ഭാഗവത്തിൽ ഉണ്ണിയായിട്ടിരിക്കുമ്പോഴും പറയുന്നുണ്ട്, വലിയ ആളായിട്ടിരിക്കുമ്പോഴും പറയുന്നുണ്ട്. അഹം ഭക്തപരാധീന. ഭഗവാന്റെ പ്രോമിസാണ്, ഞാൻ പറഞ്ഞല്ല. അല്ലയോ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുടെ അടിമയാണ്, ഞാൻ ഭക്തന്മാരിൽ പരാധീനനാണ്. ഈ സർവ്വതിന്റെയും വിജയിയാണെന്ന് പറയുന്ന, സർവ്വതിനെയും അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറയുന്ന, സർവ്വതിന്റെയും മുകളിൽ നിൽക്കുന്നു എന്ന് പറയുന്ന ഗുരുവായൂരപ്പൻ ഒരു കാര്യത്തിൽ ഭൂലോക തോൽവിയാണ്. ഭഗവാൻ അട്ടർ ഫെയിലിയർ ആണ്. ഏത് കാര്യത്തിൽ? ഭഗവാൻ ഒരിക്കലും ഭഗവാന്റെ മനസ്സിൽ നിന്ന് ഭക്തനെ വേർപെടുത്താൻ സാധിക്കില്ല. നിങ്ങൾ പിടിച്ചാൽ ആ പിടുത്തം പിടിപ്പിക്കാൻ ഗുരുവായൂരപ്പൻ സാധിക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക? പിടിക്കുക. ഭഗവാൻ കൊതൽ നോക്കും. ചിലപ്പോൾ കുഞ്ഞു കുട്ടികൾ കൈകാലം കെട്ടിട്ട് അടിക്കുന്ന പോലെ അടിക്കും, എങ്ങനെയെങ്കിലും പിടിപ്പിക്കാൻ നോക്കും. പക്ഷെ വിടില്ല എന്ന് പറഞ്ഞ് കൂടെ പിടിക്കുന്നവർക്ക് ഭഗവാൻ കൂടെ ഉണ്ടാവും. അങ്ങനെ പിടിച്ച ആൾക്കാരുടെ കഥയാണ് ഭാഗവത്തിൽ മുഴുവൻ പറയുന്നത്.
ധ്രുവനായാലും പ്രഹ്ലാദനായാലും എല്ലാം പിടിക്കാൻ ശ്രമിക്കും. ഇപ്പൊ ഭഗവാൻ തന്നെ നോക്കൂ, ഇനിയിപ്പോ നിങ്ങൾ വാമനാവതാരം കേൾക്കൂ. വാമനനായിട്ട് ഭഗവാൻ ബലിയുടെ മുമ്പിൽ ചെന്ന് 3 അടി മണ്ണിന് യാചിച്ചു. ഓണത്തിന്റെ ഐതിഹ്യ കഥകളിലേക്കും അതിന്റെ മറ്റു വിഷയങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, എങ്കിലും കാര്യമായിട്ട് തന്നെ നിങ്ങളോട് വിശദമായിട്ട് പറയും. ഭഗവാൻ ആ വാമനമൂർത്തിയുടെ രൂപത്തിൽ ബലി ചക്രവർത്തിയോട് പോയിട്ട് പറയുന്നു, എനിക്ക് 3 അടി മണ്ണ് വേണം ബലി, എടുത്തോ. അത് അഹങ്കാരത്തിന്റെ രൂപത്തിലാണ് ബലി പറയുന്നതെങ്കിലും ഭഗവാനോടുള്ള ആ ഭക്തി എവിടേക്കോ മനസ്സിലുണ്ട്. അതുകൊണ്ട് ബലി എടുത്തു എന്ന് പറയുന്നു. ഭഗവാൻ തന്റെ ആ ഒരു ത്രിവിക്രമ സ്വഭാവം കാണിച്ച് മുഴുവൻ ലോകത്തെയും ആകാശത്തെയും ഒക്കെ അളന്ന് ചോദിക്കുന്നു, എവിടെ നിന്നാണ് 3ാമത്തെ അടി വെക്കേണ്ടത്? കാണിച്ചു കൊടുക്കും അല്ലെ, തല. ആ തല കാണിച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഭഗവാൻ തന്നെ ബലിയോട് പറയുന്നുണ്ട്, ബലി നിന്റെ ഈ വാത്സല്യത്തിൽ, നിന്റെ ഈ ഭക്തിയിൽ ഞാൻ അത്യധികം പ്രസന്നനാണ്. എന്തെങ്കിലും ഒരു വരം ചോദിക്കും, വേണ്ടതൊക്കെ ഞാൻ തന്നെ തരാം, സുതലത്തിലേക്ക് പറഞ്ഞയക്കാം, ഞാൻ തന്നെ അവിടെ കാവൽക്കാരനായിട്ട് നിൽക്കാം, ഒക്കെ ചെയ്യാം. പക്ഷെ എന്തെങ്കിലും ഒരു വരം, ഞാൻ ഇത്രയധികം സമർപ്പണത്തോട് കൂടി ഒരാളെ കണ്ടിട്ടില്ല. നമുക്ക് പറയാം, പ്രഹ്ലാദന്റെ നവവിധ ഭക്തി പറയുന്ന സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞു പോവാം. പക്ഷെ എങ്കിലും ഭഗവാൻ പറയുന്നു, എന്തെങ്കിലും ചോദിക്കും. ബലി ഒരു വരം ചോദിച്ചു എന്നാണ്, ഒരേ ഒരു വരം. ഓണത്തിന് വരട്ടെ എന്നല്ല, അത് പിന്നെ നമ്മൾ അതിനെ ആഡ് ചെയ്യും. ബലി ചോദിച്ച ഒരു വരയുള്ളൂ, ഭഗവാനെ, ഈ ലോകത്തിന്റെ മുഴുവൻ ഉടമസ്ഥനാണ് അവിടുന്ന്. ഈ പ്രപഞ്ചം മുഴുവൻ ആരുടെ ഒരു കണ്ണുകൊണ്ടാണോ നിയന്ത്രിക്കപ്പെടുന്നത്, അങ്ങനെയുള്ള ഭഗവാനാണ് അവിടുന്ന്. ഈ കാണായതൊക്കെ അവിടത്തെയാണ്. പക്ഷെ അങ്ങ് എന്നോട് വന്ന് യാചിച്ചു. അങ്ങ് എന്റെ മുമ്പേ ഒരു യാചകനെ പോലെ എനിക്കൊരു 3 അടി തരുമോ എന്ന് എന്നോട് യാചിച്ചില്ലേ ഭഗവാനെ? ആ എന്റെ മഹത്വം എത്രത്തോളം എന്നത് അങ്ങ് എനിക്ക് ബോധ്യപ്പെടുത്തുന്നില്ലേ? ആണ് ഭഗവാൻ പറയുന്നത്, അഹം ഭക്ത വരാതീര, വലിയ ഭക്തനാണ്. അങ്ങ് എന്റെ മുമ്പിൽ വന്ന് യാചിച്ചില്ലേ ഭഗവാനെ? എനിക്ക് ഒരേ ഒരു വരം മാത്രം മതി, ഇനി ജീവിതത്തിൽ അങ്ങ് ഒരാളുടെ മുമ്പിലും കൈ നീട്ടരുത്. പരമകാരുണ്യവാനായിട്ടുള്ള ഗുരുവായൂരപ്പൻ ഒരാളുടെ മുമ്പിൽ കൈ നീട്ടിട്ടുണ്ടാവാൻ പാടുള്ളൂ, അത് ഈ ബലിയുടെ മുമ്പിലായിരിക്കണം എന്നുള്ളതാണ് എന്റെ വാശി. പിന്നീട് ഭഗവാൻ ഒരാളുടെ മുമ്പിൽ കൈ നീട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് വെണ്ണ പോലും ഭഗവാൻ കട്ടെടുത്തിട്ടുണ്ട്. കുറച്ച് എണ്ണ തരുമെന്ന് പറഞ്ഞ കൃഷ്ണങ്ങളോടെ കണ്ടിട്ടുണ്ടാവും. കുറച്ച് തരൂ, പോയി എടുക്കുന്നതാണ് ഭഗവാന്റെ കാര്യം. അതാണ് ആ ഭഗവാന്റെ മഹത്വം. അങ്ങനെ ഓരോരോ അവതാരങ്ങളിലൂടെ ഭഗവാൻ നിങ്ങളെങ്ങനെ അടുപ്പിച്ച് കൊണ്ടുവരാൻ നോക്കുക. ഇപ്പൊ നാളെതാ ഒന്നും പറയേണ്ട, ഭാഗവത്തിൽ തന്നെ എങ്ങനെ ഗുരുവായൂരപ്പനെ കിട്ടുമെന്ന് പറഞ്ഞു തന്നൊരു മനുഷ്യനെ പ്രഹ്ലാദനെ പോലെ നമുക്ക് കാണാൻ സാധിക്കും. ആരല്ല അങ്ങനെ? ധ്രുവനുണ്ട്, നമുക്കറിയാം, ഗോപിമാരുണ്ട്, നിരവധിയായിട്ടുള്ള ആളുകളുണ്ട്. പക്ഷെ എന്നാലും പ്രഹ്ലാദൻ അത് വല്ലാത്തൊരു ജന്മം. ഈ രാജസൂയം നടക്കുന്ന സമയത്ത് നിങ്ങളെന്നെ കേൾക്കും. രാജസൂയം നടക്കുന്ന സമയത്ത് നാരദ മഹർഷിയായിട്ട് സംസാരിക്കായിരിക്കും ഭഗവാൻ ദ്വാരകയിൽ. അപ്പോഴാണ് യുധിഷ്ഠിരന്റെ ഒരു കത്ത് ഭഗവാൻ കിട്ടുന്നത്. ഭഗവാൻ ആ കത്ത് വായിച്ചു നോക്കിയിട്ട് ചിരിച്ചുകൊണ്ട് നാരദ മഹർഷിക്ക് കൊടുത്തത്, മഹർഷി അങ്ങനെ ഒന്ന് വായിക്കൂ. ഈ പറയുന്ന ഇൻവിറ്റേഷൻ ആണ്, രാജസൂയത്തിനുള്ള ഇൻവിറ്റേഷനിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഭഗവാനുള്ള ഇൻവിറ്റേഷൻ ആയതുകൊണ്ട്, ഭഗവാനെ അങ്ങ് വന്ന് ഞങ്ങളുടെ രാജസൂയം ഗംഭീരമായിട്ട് നടത്തി തരണം, അങ്ങയെ സ്തുതിക്കുന്നവർക്ക് കിട്ടുന്ന വരദാനവും അങ്ങയെ നിന്ദിക്കുന്നവർക്ക് കിട്ടുന്ന ശിക്ഷയും ലോകം കാണട്ടെ. അങ്ങനെ എഴുതിയതിനകത്ത് അങ്ങയുടെ കൂടെ നിൽക്കുന്ന ഞങ്ങൾക്ക് കിട്ടുന്ന വരദാനവും അങ്ങയെ നിന്ദിക്കുന്ന കുറെ ഉണ്ടല്ലോ ഇവിടെ, അവർക്ക് കിട്ടുന്നത് എന്താണെന്നും ലോകം കാണട്ടെ. ഭഗവാൻ ചിരിച്ചു എന്നാണ്. അവിടെയാണ് ഭഗവാൻ രാജസൂയത്തിന് പോകുന്നത്. രാജസൂയത്തിന്റെ അഗ്രപൂജാ സമയത്ത് സഹദേവൻ പറയുന്നു, ആരാ പൂജിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോ ഭഗവാനെ പൂജിച്ചാൽ മതി. എന്തുകൊണ്ടാ ഭഗവാനെ പൂജിച്ചാൽ മതി? അവിടെ ഭീഷ്മരുണ്ടല്ലോ, ദ്രോണനുണ്ടല്ലോ, നിരവധിയായിട്ടുള്ള മഹാരാജന്മാരുണ്ടല്ലോ. എന്തുകൊണ്ടാ ഭഗവാനെ പൂജിച്ചാൽ മതി സഹദേവനോട് ചോദിച്ചപ്പോ സഹദേവൻ പറഞ്ഞ മനോഹരമായിട്ടുള്ള ഒരു ഉത്തരമുണ്ട്. നമ്മുടെയൊക്കെ മനസ്സിലിങ്ങനെ എഴുത്താണി കൊണ്ട് കൂറിയിടേണ്ട ഒരു ഉത്തരം. സഹദേവൻ പറയുന്നു, ഭഗവാനെ പൂജിച്ച എന്തിനു പൂജിച്ചതില്ല, ലോകത്തിലുള്ള ആൾക്കാരെ മുഴുവൻ പൂജിച്ചതില്ലാണ്. ഭീഷ്മരെ ദ്രോണരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് പൂജിക്കേണ്ട ആവശ്യമില്ല, ഭഗവാനെ പൂജിച്ച എല്ലാവരും പൂജിച്ച പോലെ. അതുകൊണ്ടാണ് ഭഗവാൻ എടുക്കണേ. നമ്മൾ പോലും ഇവിടെ നീട്ടി കൊടുക്കുമ്പോൾ ആർക്കാ കൊടുക്കണേ? ലോകത്തിന് മുഴുവനാണ് നീട്ടി കൊടുക്കുന്നത്.
നിങ്ങൾ ഈ ഗുരുവായൂരപ്പന്റെ ഈ ഫോട്ടോയിൽ ഒരു മാല ചാർത്തുമ്പോൾ നിങ്ങൾ ലോകത്തുള്ള ആൾക്കാർക്കൊക്കെ നിങ്ങൾ മാല ചാർത്തി. നിങ്ങൾ ഗുരുവായൂരപ്പന് ഇത്തിരി വെണ്ണ കൊടുക്കുമ്പോൾ ലോകത്തിന് മുഴുവൻ നിങ്ങൾ വെണ്ണ കൊടുക്കും. ആ സങ്കല്പം. അതുകൊണ്ടാണല്ലോ ഒരു ചീരയില കഴിച്ച് ദ്രൗപദിയുടെ ആ ഒരു രക്ഷയ്ക്ക് വേണ്ടി ഭഗവാൻ എത്തുന്നത് വനവാസകാലത്ത്. അപ്പൊ അങ്ങനെയുള്ള ആ ഭഗവാൻ രാജസൂയ സമയത്ത് അഗ്രപൂജയ്ക്ക് ഇരിക്കുന്ന സമയത്താണ് ആ ഭഗവാന്റെ കാലുകൾ യുധിഷ്ഠിരൻ ഈ കണ്ണുനീർ കൊണ്ടാണോ തീർത്ഥം കൊണ്ടാണോ കഴുകുന്നതെന്ന് അറിയാതെ കഴുകി ആ പാത തീർത്തെടുത്ത് ഇങ്ങനെ തളിക്കുന്ന സമയത്താണ് ഒരാൾ ചാട്ടി എണിച്ച് കസേരയുടെ മുകളിൽ നിൽക്കുന്നത്. ഈ ചണ്ടിയുടെ കാല് കഴുകിയ വെള്ളം കൊണ്ടാണ് എന്റെ തലയ്ക്ക് ഒഴിക്കുന്നത്. എന്താണ് എന്റെ യോഗ്യത? കാരാഗ്രഹത്തിൽ പ്രസവിച്ചാണോ? എന്നിട്ടോ സ്വന്തം അമ്മയെ അച്ഛനെ ഉപേക്ഷിച്ച് വേറൊരാൾക്കാരെ പറ്റിച്ച് അവരുടെ കൂടെ കഴിഞ്ഞാണോ? അവിടെയുള്ള പാവപ്പെട്ട പെണ്ണുങ്ങളുടെ കൂടെ ഡാൻസ് കളിച്ച് നടന്നാണോ? പാവം അവറ്റകൾ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത വെണ്ണയും പാലും മോഷ്ടിച്ചതാണോ? സ്വന്തം അമ്മാവനെ കൊന്നതാണോ? 64 ദിവസം കഴിഞ്ഞപ്പോൾ സ്കൂളിൽ ചാടിപ്പോന്നാണോ? അതൊക്കെ പോട്ടെ, ഞാൻ സ്വപ്നം കണ്ടിരുന്ന എന്റെ രുക്മിണി അവളെ മോഷ്ടിച്ചു കൊണ്ടുപോയതാണ്. എന്ത് യോഗ്യതയുടെ പേരിലാണ് ഇവനെ നിങ്ങൾ പൂജിക്കുന്നത്? യഥാ രാജ തഥാ പ്രജ എന്നാണ്. ഇവന് 16,008 ഭാര്യമാർക്ക് ഇവനൊരു ഭർത്താവ്. നിങ്ങളോ 5 ഭർത്താക്കന്മാർക്ക് ഒരു ഭാര്യ. നിങ്ങളും കണക്കാ. അങ്ങോട്ട് കടന്ന് ചീത്ത പറയുക ഭഗവാൻ. ചീത്ത പറഞ്ഞ് ഇനി അപ്പുറത്തേക്കൊന്നും പറയാനില്ല എന്നുള്ള അവസ്ഥയൊക്കെ ഭീമസേനൊക്കെ ഓടിച്ചെന്നു എന്നാണ്. ഇനി മറങ്ങ നിന്റെ തലയെ അടിച്ചു പൊട്ടി. ഭീമനെ ഭഗവാൻ തടഞ്ഞു. പറഞ്ഞ് ഒരു മിനിറ്റ് കഴിയുമ്പോഴാണ് ഭഗവാൻ എഴുന്നേറ്റിരിക്കുന്നതും ചക്രായുധം കൊണ്ട് ശിശുപാലന്റെ ചേതി രാജാവായിട്ടുള്ള ശിശുപാലന്റെ തല അറക്കുന്നത്. യുധിഷ്ഠിരൻ പറഞ്ഞു, കണ്ടോ ഞാൻ പറഞ്ഞില്ലേ, ഒപ്പം നിൽക്കുന്ന ആൾക്കാരെ ഭഗവാൻ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യും, എതിർക്കുന്ന ആൾക്കാരെ ഭഗവാൻ എങ്ങനെ നേരിടുന്ന് കാണിച്ചതില്ലേ എന്ന് പറഞ്ഞ് യുധിഷ്ഠിരൻ വായിലേക്ക് നാക്കിട്ടില്ല. അതിനു മുമ്പ് എന്ത് സംഭവിച്ചു? ശിശുപാലന്റെ ദേഹത്തു നിന്നൊരു ജ്യോതിസ് വന്ന് ഭഗവാന്റെ ദേഹത്തേക്ക് വന്നു. ശിശുപാലന് മോക്ഷം. ഞങ്ങൾക്ക് നൈമിഷികമായിട്ടുള്ള ഇന്ദ്രപ്രസ്ഥം, സിംഹാസനം, രാജ്യഭരണം, ചീത്ത പറഞ്ഞ ആൾക്ക് മോക്ഷം. ഇതെന്ത് പരിപാടിയാണ്? ഞങ്ങൾ വിളിച്ചു വരുത്തി, ഞങ്ങൾ ആനയിച്ച്, ഞങ്ങൾ പൂജിച്ചപ്പോ ഞങ്ങൾക്ക് രാജ്യമൊക്കെ ഭരിച്ചോളം പറഞ്ഞു, ചീത്ത പറഞ്ഞ ആൾക്ക് മോക്ഷം കൊടുക്കും. ഇതെന്ത് പരിപാടിയാണ്? അതാണ് ഭഗവാന്റെ രീതി. എങ്ങനെയെങ്കിലും ഭഗവാനുമായിട്ട് കണക്ട് ആയാൽ മതി, എങ്ങനെയെങ്കിലും. അതാണ് നാളെ നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം ഭാഗവത്തില്. രാമായണത്തില് നമ്മൾ പൊതുവിൽ പറയുമല്ലോ, രാമായണത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള, ഏറ്റവും കൂടുതൽ അതിന്റെ എസൻസ് അടങ്ങിയിരിക്കുന്ന ശ്ലോകം ഏതാന്ന് ചോദിക്കുമ്പോൾ ഇത് പറയും, രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാമ അയോധ്യാമഠം വിദ്ധി ഗച്ഛതാദയത്തെ സുഖം എന്നാണ് പറയാ. അതുപോലെ ഭാഗവത്തിൽ അങ്ങനെ നിരവധിയായിട്ടുള്ളതുണ്ട്. എങ്കിലും എന്നോട് ചോദിച്ചാൽ വ്യാസൻ ഭാഗവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം ഏതാ? അത് നാളെ. അത് അത്ഭുതം ബാലക അംബുജക്ഷ അല്ല, കൃഷ്ണാവതാരമല്ല, അല്ലെങ്കിൽ രുക്മിണീസാൻ സമയത്ത് വായിക്കുന്ന ആ കുട്ടിനും പ്രദേശാമി എന്ന് തുടങ്ങുന്ന ശ്ലോകമല്ല. എവിടെ? ഭാഗവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം കിടക്കും. നാളെ പ്രഹ്ലാദൻ അസുര കുട്ടികളോട് പറയുന്ന ആ മഹത്തായിട്ടുള്ള ഉപദേശം നിങ്ങൾ സാധിക്കുമെങ്കിൽ ആ പ്രഭാഷണം നടക്കുമ്പോൾ ഞാൻ നിങ്ങളോട് കൈകൂപ്പി പറയുന്നു, നിങ്ങളുടെ കുട്ടികളെ കൊണ്ടൊന്ന് കേൾപ്പിക്കണം. എങ്ങനെ ഗുരുവായൂരപ്പനെ കിട്ടും? സപ്താഹ കണ്ണനായിട്ട് മാത്രമല്ല, എപ്പോഴും എങ്ങനെ ഗുരുവായൂരപ്പനെ മനസ്സിൽ കിട്ടും? അത് നാളെ ഹരിയേട്ടൻ നമുക്ക് വിസ്തരിച്ച് പറഞ്ഞു. പ്രഹ്ലാദൻ സ്കൂളിൽ ചണ്ടാമക്കന്മാരുടെ ആശ്രമത്തിലിരുന്ന് ചില സമയത്ത് അതികഠിനമായിട്ട് സന്തോഷിക്കുന്നു, ചില സമയത്ത് കഠിനമായിട്ട് കരയുന്നു, ചിലപ്പോൾ പോയിട്ട് മരത്തിനെ പോയിട്ട് കെട്ടിപ്പിടിക്കുന്നു, ചിലപ്പോൾ പോയിട്ട് പൈക്കളോട് സംസാരിക്കുന്നു. എപ്പോഴും ആഹ്ലാദത്തോടുകൂടി ജീവിക്കുന്നു. ഒപ്പം പഠിക്കുന്ന കുട്ടികൾ ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. നമ്മളിപ്പോ ഇയാളുടെ അച്ഛൻ ഭരിക്കുന്ന രാജ്യത്ത് തന്നെ ജീവിക്കണം, നമുക്ക് ഇവിടെ സൗകര്യമില്ലേ? ഈ ചെക്കന് മാത്രം എപ്പോഴും സന്തോഷം. എന്തോ ടെക്നിക്കുണ്ട്, പോയി ചോദിക്കും. അങ്ങനെയാണ് പോകുന്നത്. പ്രഹ്ലാദനോട് പോയി ചോദിക്കും, എങ്ങനെയാ പ്രഹ്ലാദ ഇത്രയും സന്തോഷമായിട്ടിരിക്കുക? ഞങ്ങളോട് പറഞ്ഞു ആ പൊടി വലിച്ചാൽ സന്തോഷമാവാന്ന്. ആ പൊടി വലിച്ചാലാണോ നീ ഇങ്ങനെ സന്തോഷിക്കണേ? വേറൊരു ചേട്ടൻ പറഞ്ഞു, ഇങ്ങനെ ഒരു വെള്ളമുണ്ട്, ആ വെള്ളം കുടിച്ചാൽ സന്തോഷമാവാന്ന് പറഞ്ഞു. ആ വെള്ളം കുടിച്ചിട്ടാണോ നീ സന്തോഷിക്കണേ? എന്ത് ചിരിത്താ നീ സന്തോഷിക്കണേ? പ്രഹ്ലാദൻ ചിരിച്ചുകൊണ്ട് പറയുന്നു, പൊടിയോ വെള്ളോ ഇതൊക്കെ എന്തിന്? എനിക്ക് എന്റെ ഗുരുവായൂരപ്പനില്ലേ? നമുക്ക് പറയാൻ പറ്റണം. എന്ത് വിഷമം വന്നാലും എല്ലാവർക്കും ഞാൻ പറയാറുണ്ട്, എനിക്ക് എന്റെ ഗുരുവായൂരപ്പനില്ലേ? അതിൽ കൂടുതലായിട്ട് എന്താ വേണ്ടേ?
ആ ഗുരുവായൂരപ്പനെ നിനക്ക് എങ്ങനെ കിട്ടിയ പ്രഹ്ലാദം? അതുകൂടെ പറഞ്ഞു തരും. ഞങ്ങൾക്കും കിട്ടണമെന്നുണ്ട്, ഞങ്ങൾക്കും ഇതേപോലെ സന്തോഷിക്കണമെന്നുണ്ട്. പ്രഹ്ലാദം കൃത്യമായിട്ട് ഭഗവാനെ കിട്ടാനുള്ള വഴി പറഞ്ഞു കൊടുക്കുന്നു. ഏതാ ശ്ലോകം? പറയൂ. 20 വർഷം അവരൊക്കെ പറഞ്ഞോളൂ അമ്മേ. അമ്മ പറഞ്ഞു കേട്ടോ. എന്നാലും അമ്മ പറയുന്നത് എനിക്ക് ഇവിടെ കേൾക്കാം. അമ്മയുടെ മനസ്സിൽ ഇങ്ങനെ വരുന്നത്: ശ്രവണം കീർത്തനം വിഷ്ണു, സ്മരണം പാദസേവനം, അർച്ചനം വന്ദനം ദാസ്യം, സഖ്യം ആത്മനിവേദനം. ഭഗവാനെ കിട്ടാൻ ഈ 9 വഴികളുണ്ട് കൂട്ടുകാരാ. എന്താ ഒന്നാമത്തേത്? ശ്രവണം, കേൾക്കുക. എങ്ങനെയാ ഗുരുവായൂരപ്പൻ നമ്മുടെ മനസ്സിലേക്ക് വരണേ? ഇങ്ങനെ ഒരു ചൈതന്യമായി ഇങ്ങനെ വന്ന് 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 ഈ മനസ്സിനകത്ത് ഇങ്ങനെ കയറുകയാണോ? അല്ല, ചെവികളിലൂടെയാണ് ഭഗവാൻ നമ്മുടെ ഉള്ളിലേക്ക് കടക്കുന്നത്. മനസ്സിലാക്കുക. എങ്ങനെ? ഭഗവാനെ കുറിച്ച് കേട്ട്. ശ്രവണം, അതാണ് ഒന്നാമത്തെ പടി, ഒന്നാമത്തെ സ്റ്റെപ്പ്. നഴ്സറി സ്കൂള്, പ്രീ KG എങ്ങനെ വേണമെങ്കിലും വിളിച്ചു. ആ ശ്രവണത്തിലൂടെ അല്ലാതെ ഭഗവാന്റെ മുകളിലേക്കുള്ള തലത്തിലേക്ക് പോകാൻ ഇന്നത്തെ കാലത്ത് ബുദ്ധിമുട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് ഇത് സംസാരിക്കാൻ പറ്റുന്നതുകൊണ്ടാണ്. എനിക്ക് ഇദ്ദേഹത്തെ പോലെയുള്ള എന്റെ നാട്ടിൽ ഒരുപാട് സപ്താഹങ്ങൾ നടത്തിയുള്ള സതീശൻ തിരുവക്കാന്ന് പറഞ്ഞ ആചാര്യനെ പോലെയുള്ള, ഞാൻ എന്റെ ഗുരുനാഥനായിട്ട് കാണുന്ന ശരത്തേട്ടനെ പോലെയുള്ള എത്രയോ ആളുകളുടെ പ്രഭാഷണങ്ങളും വാക്കുകളും കേട്ടിട്ടാണ് എന്റെ മനസ്സിലേക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് ഇപ്പോഴും ഉറപ്പില്ല ഗുരുവായൂരപ്പൻ. എങ്കിലും ഞാൻ കരുതുന്നു ഗുരുവായൂരപ്പൻ എന്റെ കൂടെ ഉണ്ടെന്ന്. ഇന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കുന്നത്. ഗുരുവായൂരപ്പൻ ഇല്ലെങ്കിൽ എനിക്ക് നിങ്ങളോട് ഒരു വാക്ക് പോലും പറയാൻ പറ്റുന്നത്. എങ്ങനെയാ? ശ്രവണത്തിലൂടെ ആ ഗുരുവായൂരപ്പൻ വരുന്നത് മനസ്സിലേക്ക്. അങ്ങനെ ഭഗവാനെ കുറിച്ച് കേട്ട് 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 നിങ്ങൾക്ക് ഭഗവാനെ കിട്ടും. അങ്ങനെ കിട്ടിയ ഒരാളുണ്ട്. ആരാ? ഒരിക്കൽ പോലും ഭഗവാനെ കാണാതെ ആ ഭഗവാൻ ഉണ്ട് കേട്ട് 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 ഭഗവാനെ തന്നെ കിട്ടി.